എൻ്റെ അച്ഛനിപ്പോൾ ഇവിടെ കറണ്ട് എംപ്ലോയി തന്നെയാണ്. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഇപ്പോൾ ജോളി മാഡത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സെയിം ഡേ ട്രാൻസ്ഫർ ഓർഡർ വന്ന് ഇരിക്കുന്ന ഒരു എംപ്ലോയി ആണ്. അപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഓൾറെഡി ഇപ്പോൾ കൊയർ ബോർഡിൽ ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സിൻ്റെ മുകളിൽ ആയി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പുള്ളിക്ക് ഭുവനേശ്വർ ഒഡീഷയിലേക്ക് ഒരു ട്രാൻസ്ഫർ കൊടുത്തായിരുന്നു. അപ്പോൾ ഈ ഒഡീഷയിലുള്ള സമയത്ത് തന്നെ ഒരു ചെറിയൊരു സ്ട്രോക്ക് പോലെ വന്നിട്ട് കയ്യിനും കാലിനും ചെറുതായിട്ടൊരു ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2019 വേറൊരു മേജർ സ്ട്രോക്ക് പോലെ വന്നു. പിന്നെ കഴിഞ്ഞ 2024 തുടക്കത്തിലും സ്ട്രോക്ക് പോലെ വന്നു. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഈ പറഞ്ഞ കുറേ ഹയർ ഒഫീഷ്യൽസിൻ്റെ ഹൈലി കറപ്റ്റഡാണ്, എക്സ്ട്രീംലി കറപ്റ്റഡായിട്ടുള്ള ഒഫീഷ്യൽസ് പറയണ അവരുടെ ഒപ്പം നിൽക്കണില്ല എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ കേസ് പറയാനാണെങ്കിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് കൊൽക്കട്ടയിലേക്ക് ഒരു ട്രാൻസ്ഫർ ഓർഡർ വന്നു. അപ്പോൾ അന്ന് ഇപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് സംസാരിക്കാൻ ഈ വാക്കുകൾ പറഞ്ഞു വരാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതുകൊണ്ടും കൂടിയാണ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ആദ്യം തന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു, ഇത് ക്യാൻസൽ ചെയ്യണം, ഇങ്ങനത്തെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇവിടെ തന്നെ റീറ്റേൺ ചെയ്യണമെന്ന് പറഞ്ഞ് വിത്ത് മെഡിക്കൽ ലീവിന് വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞാണ് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ബോർഡ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് ആദ്യം ഈ ജോളി മാഡത്തിൻ്റെ അതേ ദിവസം തന്നെയാണ് അച്ഛനെയും വിട്ടത്. ജനറൽ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് റിപ്പോർട്ട് വന്ന അച്ഛന് അനുകൂലമായിട്ട് തന്നെ റിപ്പോർട്ട് വന്നു. അതും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇതിൻ്റെ മുകളിലേക്ക് എറണാകുളം മറ്റേ മെഡിക്കൽ കോളേജ് കളമശ്ശേരിയിലേക്ക് പോകണം, അവിടെ അഡ്മിറ്റ് ചെയ്ത് അതും ഈ പറഞ്ഞ ഈ ഒരു 6 മാസത്തേക്ക് ശമ്പളം കട്ട് ചെയ്തു. ഇത് നമ്മളൊരു മെഡിക്കൽ റിക്വസ്റ്റ് കൊടുത്ത് മെഡിക്കൽ ലീവ് പരിപാടി കൊടുത്ത് ആദ്യം തന്നെ ശമ്പളം അങ്ങോട്ട് കട്ട് ചെയ്ത് പറഞ്ഞു ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മളോട് പറയുകയാണ് മെഡിക്കൽ കോളേജ് കളമശ്ശേരിയിലും പോയി അഡ്മിറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി നമ്മൾ എല്ലാ പരിപാടിയും ചെയ്ത് അതും ഒരു 3 ദിവസം അവിടെ കിടന്ന് അവിടെ നിന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ അച്ഛന് അനുകൂലമായിട്ട് ഈ പറഞ്ഞ മെഡിക്കൽ ഹിസ്റ്ററിയും സ്ട്രോക്കിൻ്റെയും എല്ലാ പരിപാടികളും എല്ലാം പറഞ്ഞ് എല്ലാം ക്ലിയറാക്കി ഒരു റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയണത് അതിനെ റീ എക്സാമിൻ ചെയ്യണം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ട് ഒരു റിപ്പോർട്ട് കിട്ടണ വരെ അവരിങ്ങനെ നമ്മളിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അച്ഛൻ്റെ കേസ് അത്രയും ജെനുവിനാണ്. അച്ഛൻ്റെ എല്ലാ റെക്കോർഡ്സും ഉണ്ട്, എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീംലി കറപ്റ്റഡായിട്ടുള്ള കുറേ ആൾക്കാരാണ് ഒഫീഷ്യൽസായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പേഴ്സണലി ഒരു 6 മാസം മുമ്പ് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഞാൻ ജോലി വിട്ടിട്ട് അപ്പോൾ എൻ്റെ ഇൻകമും നിന്നു. അപ്പോൾ അച്ഛൻ്റെ ഈ മെൻ്റൽ ട്രോമ കുറച്ച് നാളായിട്ട് ഇതെന്താ പറയുക, ഇപ്പോൾ ജോളി മാഡം ഇങ്ങനെ അനുഭവിച്ചു. ഒരാളുടെ ജീവൻ പോയി കഴിയാൻ നേരത്താണ് ഇതൊക്കെ. ഇപ്പോൾ അടുത്ത ഒരാളായിട്ട് നിൽക്കുന്ന എൻ്റെ അച്ഛനാണ്. ഇതേ സെയിം സിറ്റുവേഷൻ, ഈ പറഞ്ഞ സെയിം ദിവസം തന്നെ ട്രാൻസ്ഫർ ഓർഡർ വന്നു, ഈ പറഞ്ഞ സെയിം ദിവസം തന്നെ മെഡിക്കൽ ബോർഡ് നടത്തി അച്ഛന് അനുകൂലമായിട്ട് റിപ്പോർട്ട് വന്നു. എന്നിട്ട് പോലും ഇത് പറ്റണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മീഡിയയിൽ ഈ ന്യൂസ് വന്നതുകൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും ധൈര്യമുണ്ട്. ഇത്ര നാൾ ഹോപ്പ്ലെസ് എന്ന സിറ്റുവേഷനിലായിരുന്നു. എൻ്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒരു ഗ്രൂപ്പ് പോലെയാണ്. എനിക്ക് കറക്റ്റായിട്ട് പേരുകൾ അറിയില്ല, പക്ഷേ ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ജോളി മാഡത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി പറയണത് ചെന്ന് കാല് പിടിക്കുക, കൈ പിടിക്കുക. ഇത് ഇങ്ങനത്തെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെ കൈ പിടിച്ച് കാല് പിടിച്ച് ഓരോ കാര്യം, അത് അവർക്ക് കുറേ കറപ്റ്റഡായിട്ടുള്ള എന്താ പറയുക ചിന്തകളും പരിപാടികളും കുറേ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗ്രൂപ്പായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അച്ഛന് ഈ സംസാരിക്കാനും ഈ പറഞ്ഞ പോലെ ഈ സ്ട്രോക്കിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഈ ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ് അച്ഛന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ലെറ്റേഴ്സിൽ ഈ വച്ചുകൊണ്ടിരുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ അതുമാത്രമല്ല, കുറേ ദിവസമായിട്ട് കുറേ മാസങ്ങളായിട്ട് ഉറങ്ങാറില്ല, രാത്രി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി, എനിക്കും ഇൻകം ഇല്ല, നമ്മുടെ ഫാമിലിയിൽ 6 മാസമായിട്ട് ഇൻകമേ ഇല്ല. അപ്പോൾ
എൻ്റെ കരിയർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഇല്ല, എൻ്റെ അറിവിൽ പരാതികൾ, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവർ അവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർ ഏതൊക്കെ രീതിയിൽ തിരിച്ച് നമ്മളെ ഇതാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെ അച്ഛനെതിരെ പരാതികൾ, ഓഫീസിൽ പരാതികളുള്ളതായിട്ട് അറിയില്ല.